രാഷ്ട്രപതിയോടും അയിത്തം കൽപ്പിച്ച് പിണറായി സർക്കാർ. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലെ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രാഷ്ട്രപതിയെ ഒഴിവാക്കി. ചിത്രം സ്ഥാപിക്കേണ്ട സ്ഥലം ഒഴിച്ചിട്ടിരിക്കുകയാണ്. രാഷ്ട്രപിതാവിന്റെയും മുൻ രാഷ്ട്രപതിമാരുടെയും ചിത്രം സ്ഥാപിച്ച സ്ഥലത്താണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ചിത്രം ഒഴിവാക്കിയത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നു. പ്രശാന്ത്, എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ ചിത്രം ഒഴിവാക്കി ഇങ്ങനെ സ്ഥാപിക്കുന്നത്? ഇത് ഉത്തരം പറയേണ്ടവർ എന്തു പറയുന്നു? വീണ, സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിലാണ് രാഷ്ട്രപതിയോട് അവഗണന ഉണ്ടായിരിക്കുന്നത്. രണ്ട് രാഷ്ട്രപതിമാർ, രാംനാഥ് കോവിന്ദും അതോടൊപ്പം തന്നെ നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു, രണ്ടുപേരുടെയും ചിത്രങ്ങൾ സ്ഥാപിക്കാതെയാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന CPM സർക്കാർ, പിണറായി സർക്കാർ അവഗണന കാട്ടിയിരിക്കുന്നത്. നേരത്തെ പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്ന കാലത്ത് പ്രണബ് മുഖർജിയുടെ ചിത്രം ദർബാർ ഹാളിൽ സ്ഥാപിച്ചിരുന്നു. എന്നാൽ തുടർന്നിങ്ങോട്ടുള്ള കാലത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ രണ്ട് രാഷ്ട്രപതിമാരുടെയും ചിത്രങ്ങൾ ദർബാർ ഹാളിൽ സ്ഥാപിക്കാതെയാണ് ഈ സംസ്ഥാനത്തെ പിണറായി സർക്കാർ രാഷ്ട്രപതിയോടും രാഷ്ട്രത്തോടും അവഗണന കാണിക്കുന്നത്. നമുക്കറിയാം, ഈ ദർബാർ ഹാളിനെ കുറിച്ച് ചരിത്രപ്രസിദ്ധമായ ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ദർബാർ ഹാൾ. മാത്രമല്ല, ഈ ദർബാർ ഹാളിലാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പല ഔദ്യോഗിക പരിപാടികളടക്കം സംഘടിപ്പിക്കുന്നതും ദർബാർ ഹാളിലാണ്. ദർബാർ ഹാളിന്റെ ഒരു ചിത്രം ദർബാർ ഹാളിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ നമ്മൾ കയറി ചെല്ലുന്ന അതേ ഭാഗത്ത് ആദ്യം കാണുന്നത് മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്. തുടർന്ന് ആ മൂന്ന് ചുവരുകളിലും മറ്റ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള രാഷ്ട്രപതിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും അടക്കം ചിത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ചിത്രത്തിന് തൊട്ടു മുകളിലായിട്ട് ദേശീയ പതാകയുണ്ട്. ദേശീയ പതാകയ്ക്ക് താഴെയായിട്ടാണ് ഈ രാഷ്ട്രപതിയുടെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നത്. ആ ചിത്രം സ്ഥാപിക്കുന്ന സ്ഥലം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന നിലയിലാണ് നിലവിലുള്ളത്. അവിടെ ചിത്രം സ്ഥാപിച്ചിട്ടില്ല. അവസാനമായി സ്ഥാപിച്ചിരുന്നത് ആ ചിത്രത്തിന്റെ അവസാനം സ്ഥാപിച്ചിരുന്നത് ഒരേ ഒരു ചിത്രം മാത്രമായിരുന്നു. അത് പ്രണബ് മുഖർജിയുടെ ആയിരുന്നു. ആ പ്രണബ് മുഖർജിയുടെ ചിത്രം മാറ്റിയതിനു ശേഷം രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായതിനു ശേഷം അത്തരത്തിലുള്ള ചിത്രം സ്ഥാപിച്ചിട്ടേ ഇല്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു അവഗണന ഉണ്ടായിരിക്കുന്നത്. നേരത്തെ SC മോർച്ചയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് ചീഫ് സെക്രട്ടറിക്കും SC മോർച്ച നേതാവ് ഗവർണർക്കും പരാതി നൽകിയിരുന്നു. ഈ രാജ്യത്തോടുള്ള അവഗണനയാണ്, മാത്രമല്ല ഇത് രാഷ്ട്രപതിയോടുള്ള അവഗണനയാണ്, ചിത്രം സ്ഥാപിക്കണമെന്നൊരു പരാതി നൽകിയിരുന്നു. ഈ രണ്ട് പരാതികളും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്, പിണറായി സർക്കാർ സ്വീകരിച്ചത്. നമുക്കറിയാം, ദേശീയതയോടും ദേശീയ ബിംബങ്ങളോടുമെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം, ഇടതു സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം നമുക്കറിയാം. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യം ഭാരതമാതാവിന്റെ ചിത്രത്തോട് ഉണ്ടായതാണ്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല എന്ന സംസ്ഥാനത്തെ ഒരു മന്ത്രി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത് ആ സമാനമായ രീതിയിൽ തന്നെയാണ് ദേശീയതയോടും ദേശീയ ബിംബങ്ങളോടുമെല്ലാം ഈ പിണറായി സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം അത് തന്നെയാണ് ഇവിടെയും നമുക്ക് ചേർത്ത് വായിക്കേണ്ടത്. ഈ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതിയുടെ ചിത്രങ്ങൾ വെക്കണമെന്നൊരു മാനദണ്ഡം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള ചിത്രങ്ങളാണ് വെക്കേണ്ടത്, ചിത്രത്തിന്റെ രീതിയും സ്വഭാവവും അടക്കമുള്ളവ സൂചിപ്പിച്ചുകൊണ്ട് സർക്കുലർ എല്ലാ സംസ്ഥാനങ്ങൾക്കും സർക്കാർ അയച്ചിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് അയച്ചിരുന്നു. എന്നാൽ ഇവിടെ മാത്രം, സംസ്ഥാനത്ത് മാത്രം അങ്ങനെ ഒരു ചിത്രം സ്ഥാപിക്കേണ്ട എന്നൊരു നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് 2 തവണ പരാതി കൊടുത്തെങ്കിൽ പോലും ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ ചിത്രം സ്ഥാപിക്കണമെന്നുള്ളത് നിർബന്ധമല്ല എന്നാണ് സർക്കാർ പറഞ്ഞതെന്നാണ് നമുക്ക് പരാതിയുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പറഞ്ഞത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ SC മോർച്ച നേതാവും ഷാജുമോനും സമാനമായ രീതിയിൽ ഒരു പരാതി നൽകിയെങ്കിൽ പോലും ഈ രാഷ്ട്രപതിയോട് അവഗണന കാട്ടുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. വീണ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ടുപേരും ഈ രാംനാഥ് കോവിന്ദും അതോടൊപ്പം തന്നെ ദ്രൗപദി മുർമുവും, രാംനാഥ് കോവിന്ദ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ദ്രൗപദി മുർമു പട്ടികവർഗം വനവാസി വിഭാഗത്തിലെ നിന്നുമുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ആ ദ്രൗപദി മുർമുവിനോടാണ് ഇത്തരത്തിലുള്ള അവഗണന കാണിച്ചിരിക്കുന്നത്. ദളിത് സ്നേഹം പറയുന്ന, പട്ടികജാതി സ്നേഹം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുന്ന സർക്കാരാണ്. അല്ലെങ്കിൽ സമരവേദികളിലും സമര സ്ഥലങ്ങളിലുമെല്ലാം പട്ടികജാതിക്കാർക്ക് ആനുകൂല്യം നേടിക്കൊടുത്തതിനെ അടക്കം ഘോരം ബാധിക്കുന്ന ഒരു സർക്കാരും ഒരു പാർട്ടിയുമാണ് CPM-ഉം പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരുമൊക്കെ. ആ സർക്കാരും CPM-ഉം ഭരിക്കുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു അവഗണന നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്ത് കാരണത്താലാണെന്ന് ഇതുവരെ സർക്കാർ അത് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല, കഴിഞ്ഞിട്ടുമില്ല. വലിയ രീതിയിൽ രാജ്യത്തോട് തന്നെയുള്ള ഒരു അവഗണനയായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാൻ. കാരണം ആ ഒരു സ്ഥലം
ആ ദർബാർ ഹാളിന് മുകളിൽ രാഷ്ട്രപിതാവിന്റെ ചിത്രത്തിന് മുകളിലുള്ള ആ ഭാഗം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന നിലയിലാണ് നിലവിലുള്ളത്. അവിടെ നിലവിലെ രാഷ്ട്രപതിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ ചിത്രവും വയ്ക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് വേണം പറയേണ്ടത്. അത് എന്ത് അടിസ്ഥാനമാണ്? ഈ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ മായി ബന്ധപ്പെട്ടെത്തുന്ന ഒരു രാഷ്ട്രപതി ആയാൽ പോലും പിന്നീട് അതിന്റെ ആ ഒരു രാഷ്ട്രീയം നോക്കേണ്ട സാഹചര്യമില്ല. രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രപതി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെതാണ്, രാജ്യത്തിൻ്റെതാണ്, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടേതുമാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടി ഏതെന്നുള്ളത് ആരും നോക്കാറില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയം വെച്ചാണെങ്കിൽ പോലും ഇത്തരം രീതിയിലൊരു അവഗണന രാഷ്ട്രപതിയോട് കാണിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതും മറ്റ് എങ്ങുമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് സംസ്ഥാനത്തെ ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലുള്ള ദർബാർ ഹാളിൽ ചരിത്ര പ്രസിദ്ധമായ ഒട്ടേറെ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദർബാർ ഹാളിലാണ് രാഷ്ട്രപതിയുടെ ചിത്രം നിൽക്കുന്ന സ്ഥലത്തു നിന്നും ചിത്രം ഒഴിവാക്കിക്കൊണ്ടൊരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു അവഹേളനം രാഷ്ട്രപതിയോട് കാണിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് രണ്ട് തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും ആ സ്ഥലത്തേക്ക് ചിത്രം വെക്കുവാനുള്ള അല്ലെങ്കിൽ ചിത്രം സ്ഥാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉയരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. വീണ. ശരി പ്രശാന്ത്.